യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ വീഡിയോ ഇടുന്ന ഒരു ചെറുപ്പക്കാരനാണ് കെവിൻ. കെവിൻ വർഷങ്ങളായി വീഡിയോ ഇട്ടിട്ടും അതിനൊന്നും തന്നെ ഒട്ടും റീച്ച് കിട്ടുന്നില്ല. അവസാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് റീച്ച് കിട്ടാൻ അവനൊരു കടുങ്കൈ തന്നെ ചെയ്തു. അവൻ ആൾക്കാരെ അവൻ്റെ കാറിൽ കയറ്റി അവരെ കൊന്നിട്ട് അത് ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പതിയെ പതിയെ അവൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം അവൻ്റെ തന്നെ നാശത്തിലേക്കാണ് കാരണമായത്. ഇൻ്റർനെറ്റിൽ റീച്ചിന് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്തു തുടങ്ങിയ കെവിൻ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് 2020 പുറത്തിറങ്ങിയ അമേരിക്കൻ ത്രില്ലർ മൂവിയായിട്ടുള്ള സ്പ്രീ. അമേരിക്കയിലെ ഒരു ചെറിയ നഗരത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് കെവിൻ. കെവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇൻ്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എങ്ങനെയൊക്കെ ഒന്ന് ഫേമസ് ആവണം. കെവിൻ അതിനുവേണ്ടി മാത്രമായിട്ട് വർഷങ്ങളായിട്ട് അവൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ യൂട്യൂബ് ചാനലിൽ അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റും അവൻ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കെവിൻ വേൾഡ് 96. അവൻ്റെ ചാനലിൽ പല രീതിയിൽ അവൻ കണ്ടൻറ്റ് മാറ്റി നോക്കി. ഗെയിമിംഗ് ചാനലാക്കി നോക്കി, മൂവി റിവ്യൂ, ഷൂസിൻ്റെ റിവ്യൂ, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, അങ്ങനെ പലവിധം കണ്ടൻറ്റ് അവൻ ഇട്ട് നോക്കിയിട്ടും ഒന്നിലും തന്നെ അവൻ്റെ ചാനൽ ക്ലിച്ച് പിടിച്ചിട്ടില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് അവൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വ്ളോഗിൽ അവൻ എപ്പോഴും അവൻ്റെ അച്ഛനെയും അവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ കാണിക്കാൻ തുടങ്ങി. കെവിൻ്റെ അച്ഛൻ മാത്യു ആ ഒരു നഗരത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു DJ ആണ്. കെവിൻ്റെ ചെറുപ്പത്തിലെ തന്നെ ഇവൻ്റെ അച്ഛനെയും അമ്മയും ഡിവോഴ്സായി. കെവിൻ എപ്പോഴും അവൻ്റെ അച്ഛൻ പറയുന്നതായിട്ട് നന്നായിട്ട് മുൻപോട്ട് ജീവിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിലവിൽ കെവിന് യാതൊരു ജോലിയും ഇല്ലാത്തതുകൊണ്ട് ബേബി സിറ്റിങ്ങും അങ്ങനെ ചെറിയ ചെറിയ ജോലികളും അവൻ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിലും യൂട്യൂബിൽ അവൻ്റെ ചാനലിന് വേണ്ടി അവൻ നല്ല നല്ല വീഡിയോകൾ ഉണ്ടാക്കാനും തുടങ്ങി. കെവിൻ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും ഒറ്റ വീഡിയോയ്ക്ക് പോലും അവൻ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നില്ല. അവന് കിട്ടുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ലോയൽ ഓഡിയൻസ് അല്ല. അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സബ്സ്ക്രൈബർ കൗണ്ടും ഒരു നല്ല വ്യൂവും കിട്ടാത്തത് അവനെ വളരെയധികം വിഷമത്തിലാഴ്ത്തി. കെവിൻ ഒഴികെ അവൻ അറിയാവുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും അത്യാവശ്യം നല്ല റീച്ചുണ്ട്. ഇവൻ്റെ വീഡിയോ കൗണ്ട് ഒരു 2 ഡിജിറ്റ് വരെയും കയറാനായിട്ട് അവൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനേറെ അവൻ ബേബി സിറ്റ് ചെയ്യാൻ വരുന്ന അവൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പയ്യനുണ്ട്. ആ പയ്യനും ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാറുണ്ട്. അവന് വരെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് കെവിന് സ്വന്തം കാര്യമോർത്ത് വളരെ നിരാശ തോന്നിപ്പോകുന്നത്. കെവിൻ ഈ പയ്യൻ്റെ ചാനലിൽ കയറിയും ഇവൻ്റെ വീഡിയോയിൽ കയറിയും എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുമെന്ന് കരുതിയപ്പോൾ ആ പയ്യൻ വരെ കെവിനെ അവൻ്റെ വീഡിയോയിൽ നിന്ന് തള്ളി മാറ്റുകയാണ്. അങ്ങനെ 10 വർഷത്തോളമാണ് കെവിൻ ഈ ഒരു മേഖലയിൽ തിളങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവന് എങ്ങും അവന് വിചാരിച്ച പോലെ എത്തപ്പെടാൻ കഴിയിട്ടില്ല. അങ്ങനെ അവൻ അവസാന മാർഗമെന്നോണം ഒരു പ്രത്യേക കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതായത് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാം, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രത്യേക ചാനൽ. അതാണ് അവൻ പുതിയതായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ച കണ്ടൻറ്റ്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള വീഡിയോയും ട്യൂട്ടോറിയലും എല്ലാം തന്നെ അവൻ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യമേ അവൻ്റെ കാറിൽ അകത്തും പുറത്തുമായിട്ട് കുറേയേറെ ക്യാമറകൾ അവൻ ഫിറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറേ വാട്ടർ ബോട്ടിലിൽ ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം നിറച്ചു വെക്കുകയാണ്. അവൻ്റെ കണ്ടൻറ്റിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഇതാണെന്ന് അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും അവൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കാൻ പഠിക്കണം. അതാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതിൽ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പ്. കെവിന് നിലവിൽ സബ്സ്ക്രൈബർ എന്നോ അവൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയാനോ ആരും തന്നെ ഇല്ല. എന്നിരുന്നാലും ഒരു ആത്മവിശ്വാസത്തിന് പുറത്ത് അവൻ ആ വീഡിയോ അങ്ങ് ചെയ്തു പോവുകയാണ്. അതിനുശേഷം കെവിൻ അവൻ്റെ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത പ്ലാൻ എന്താണെന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ ഈ കാറ് ഒരു ടാക്സിയാക്കി റോഡിൽ കൂടെ ഓടിക്കാൻ പോവുകയാണ്. ആ ഒരു കാറിലെ ഡ്രൈവർ എന്ന് പറയുന്നതും കെവിൻ തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഊബർ ഉപയോഗിക്കുന്നത് പോലെ ആ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു റൈഡ് ഷെയർ ആപ്പാണ് സ്പ്രീ. കെവിൻ ആ ആപ്പിലെയും അതിലെ ഒരു മെമ്പർ ആയതുകൊണ്ടും അവന് റൈഡ് ഷെയർ ആയിട്ട് അവൻ്റെ കാർ ഉപയോഗിക്കാൻ കഴിയും. കെവിൻ അങ്ങനെ അവൻ്റെ കാർ ടാക്സിയൊക്കെ ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കെവിന് ആദ്യമായിട്ട് സ്പ്രീ എന്ന ആ റൈഡ് ഷെയർ ആപ്പിൽ കൂടെ ഒരു പാസഞ്ചറിനെ കിട്ടുന്നു. കെവിൻ അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ അയാളുടെ ലൊക്കേഷനിൽ പോയി പിക്ക് ചെയ്യുകയാണ്. കാറിൽ പാലിക്കേണ്ട ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അതൊന്നും തന്നെ ആ പാസഞ്ചർ പാലിക്കുന്നില്ല. പുറകിലിരിക്കുന്ന അയാളോട് കെവിൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ട് അയാൾ അതിടുന്നില്ല. കാറിനകത്ത് നിറയെ ക്യാമറകൾ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കെവിനോട് അയാളൊരു സംശയപരമായിട്ട് ചോദിച്ചു, എന്തിനാണ് ഇത്തരം ക്യാമറകൾ കാറിനകത്ത് വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ അത് തൻ്റെ സുരക്ഷയ്ക്കും പാസഞ്ചറിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി പ്രത്യേകമായിട്ട് വെച്ച ഒരു സെക്യൂരിറ്റി ഫീച്ചറാണെന്ന് കെവിൻ പറയുകയാണ്. അങ്ങനെ ആ യാത്രക്കിടയിൽ ആ പാസഞ്ചർ കെവിനോട് കുറേ സംസാരിക്കുകയാണ്. അയാൾ കൂടുതൽ സംസാരിച്ചത് കറുത്ത വർഗ്ഗക്കാരെയും വെളുത്ത വർഗ്ഗക്കാരെയും പറ്റിയായിരുന്നു. അതിലും അയാൾ കൂടുതൽ ഉപയോഗിച്ചത് റേസിസം ആയിട്ടുള്ള വാക്കുകളാണ്. ഇയാളുടെ ഈ രീതിയിലുള്ള വാക്കുകൾ തൻ്റെ ഓഡിയൻസിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുമോ എന്ന് കെവിൻ വല്ലാതെ ഭയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ കെവിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ബേബി സിറ്റിങ്ങിലുള്ള അവൻ്റെ ആ ഒരു കൂട്ടുകാരൻ ബോബി മാത്രമാണ്. പിന്നീട് അങ്ങോട്ട് കെവിൻ അവൻ്റെ വണ്ടി യാതൊരു ശ്രദ്ധയുമില്ലാതെ സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങി.
കെവിൻ്റെ ഈ ഒരു ഡ്രൈവിംഗ് കണ്ട് മര്യാദയ്ക്ക് ഓടിക്കാനായിട്ട് ആ പാസഞ്ചർ പറയുന്നുണ്ട്. കെവിൻ അയാളെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് വണ്ടിയുടെ പുറകിലെ സീറ്റിൽ ബാഗിലുള്ള ആ ഒരു ഡ്രിങ്കിങ് വാട്ടർ എടുത്ത് കുടിച്ചോളാൻ കെവിൻ പറഞ്ഞു. തന്നെ ടാക്സി വിളിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നതെന്ന് കെവിൻ അയാളോട് പറഞ്ഞു. അയാൾ വെള്ളം കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾ ആ സീറ്റിലേക്ക് അങ്ങ് കമിഴ്ന്ന് വീണു പോവുകയാണ്. യഥാർത്ഥത്തിൽ കെവിൻ ആ വാട്ടർ ബോട്ടിലിൽ വിഷം കലർത്തിയിരുന്നു. അതുമാത്രമല്ല, ഇതെങ്ങനെ വിഷം കലർത്തണമെന്നും ഇതെങ്ങനെ സുരക്ഷിതമായിട്ട് കാറിൽ വെക്കണമെന്നുള്ള വീഡിയോ അവൻ നേരത്തെ തന്നെ എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. പുറകിലുള്ള ആ പാസഞ്ചർ ചുമച്ച് ഒരു പരിവായിട്ടുണ്ട്. അയാൾ മരണത്തോട് മല്ലിട്ട് നിൽക്കുമ്പോഴും കെവിൻ അവൻ്റെ വണ്ടിയിൽ പാട്ട് ഫുൾ വോളിയത്തിലിട്ട് അവിടുത്തെ ട്രാഫിക് സിഗ്നലൊന്നും അനുസരിക്കാതെ നേരെ അങ്ങ് പോവുകയാണ്. അങ്ങനെ പുറകിലെ ആ സീറ്റിൽ വെച്ച് തന്നെ അയാൾ മരണപ്പെടുകയാണ്. നമ്മളപ്പോൾ വിചാരിക്കുമായിരിക്കും ലൈവ് സ്ട്രീമിലുള്ള ആൾക്കാരെല്ലാം ഇത് കാണത്തില്ലേ എന്ന്. പക്ഷേ അവരുടെ ലൈവ് സ്ട്രീമിലുള്ളത് ബോബി എന്ന ആ ഒരു പയ്യൻ മാത്രമാണുള്ളത്. അതും കെവിൻ പറഞ്ഞ് നിർബന്ധിച്ചാണ് അവനെ ആ ഒരു ലൈവ് സ്ട്രീം കാണിക്കുന്നത്. ബോബി ലൈവ് സ്ട്രീമിലൂടെ ഇത് കാണുമ്പോൾ അവൻ വിചാരിക്കുന്നത് ഇതൊക്കെ കെവിൻ ഏർപ്പാടാക്കിയ ആളാണെന്നോ പുറകിലെ സീറ്റിലിരിക്കുന്ന അയാൾ മരിക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണെന്നുമാണ് ബോബി വിചാരിച്ചിരിക്കുന്നത്. കെവിൻ ആഗ്രഹിച്ചതും ഇത് തന്നെയായിരുന്നു. ആരും തന്നെ തിരിച്ചറിയരുത് ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യമാണെന്ന്. ഞാനിവിടെ ഒരു ഡെമോ അല്ലെങ്കിൽ ഒരു ആക്ട് നടത്തുന്നു എന്നാണ് എല്ലാവരും വിചാരിക്കേണ്ടത്. അതുതന്നെയാണ് എൻ്റെ ഒരു ലെസണിലെ ആദ്യത്തെ സ്റ്റെപ്പുമെന്ന് കെവിൻ തന്നെ പറയുകയാണ്. കെവിൻ എങ്ങനെ അയാളുടെ ആ ബോഡി ഒരു വിധത്തിൽ സൈഡിലേക്കൊക്കെ മാറ്റി വെക്കുകയാണ്. അവിടെയുള്ള ആ ഒരു വഴിയിലേക്ക് ഉപേക്ഷിച്ചതിന് ശേഷം കെവിൻ അവൻ്റെ അടുത്ത പാസഞ്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അടുത്തതായി വണ്ടിയിൽ കയറുന്നത് സ്ഥലം കച്ചവടമൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്. ആദ്യമേ തന്നെ ആ ഒരു സ്ത്രീ സ്ഥലക്കച്ചവടത്തിൻ്റെ സൈൻ ബോർഡെല്ലാം അവൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെക്കുകയാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവൾ കെവിനുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ തന്നെ വണ്ടിയിലുണ്ടായിരുന്ന ആ ഒരു കുപ്പിയിലെ വെള്ളമെടുത്ത് അവൾ കുടിക്കുകയാണ്. ആ വെള്ളം കുടിച്ചുടനെ തന്നെ അവൾക്ക് ശരീരത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അങ്ങനെ അധികം വൈകാതെ തന്നെ അവളും ആ വണ്ടിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. കെവിൻ്റെ ഈ ഒരു കൊലപാതകത്തിൽ രണ്ടാമത്തെ ഇരയാണ് ആ ഒരു പെൺകുട്ടി. കെവിൻ പുറകിലെ സീറ്റിലേക്ക് പോയി ആ ക്യാമറ എടുത്ത് ലൈവ് സ്ട്രീമിൽ തന്നെ ആ പെൺകുട്ടിയുടെ ബോഡി കാണിക്കുകയാണ്. കെവിൻ്റെ ആ ഒരു ലൈവ് സ്ട്രീമിൽ ബോബി മാത്രമുള്ളതുകൊണ്ട് യാതൊരു വിഷയവുമില്ല. കെവിൻ എങ്ങനെ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ മൊബൈൽ ഫോൺ എടുത്ത് ആ പെണ്ണിൻ്റെ ഫേസ് ഉപയോഗിച്ച് തന്നെ ആ ഫോൺ അൺലോക്ക് ചെയ്തതിന് ശേഷം പ്രീ എന്ന അവൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ റൈഡ് ഷെയറിംഗ് ആപ്പിൽ അവൻ്റെ ആ റൈഡിന് 5 സ്റ്റാർ റേറ്റ് തന്നെ അവളുടെ ഫോൺ കൊണ്ട് അവൻ കൊടുക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ അച്ഛൻ മാത്യു അയാളെ കുറച്ച് അകലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിടാനായിട്ട് റൈഡിന് വരണമെന്ന് അവനോട് പറഞ്ഞത്. പക്ഷേ കെവിൻ ഉടൻ തന്നെ അയാൾ പറയുന്നത് കേൾക്കാതെ അയാളുടെ കോൾ കട്ട് ചെയ്തു. ആ പെണ്ണ് ആ കാറിൽ യാത്ര ചെയ്തു എന്നതിനുള്ള അടയാളങ്ങളെല്ലാം കെവിൻ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കെവിൻ ആ പെണ്ണിൻ്റെ ഫോൺ എടുത്ത് ആ പെണ്ണ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് റൂഡായിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടുകയാണ്. ഇങ്ങനൊരു മെസ്സേജ് ആയിരിക്കുമ്പോൾ ഇവളുടെ കമ്പനിയും ഇവളുടെ കൂടെയുള്ള ആൾക്കാരും ഇവൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കുകയോ ഇവളെ അന്വേഷിക്കുകയോ ചെയ്തില്ലെന്നാണ് കെവിൻ വിചാരിച്ചത്. കെവിൻ ഒരു വിധത്തിൽ ഈ പെണ്ണിൻ്റെ ഡെഡ് ബോഡി ആ വണ്ടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ക്ലിയർ ചെയ്യുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കെവിൻ അവൻ്റെ അടുത്ത ഇരയായിട്ടുള്ള മൂന്നാമത്തെ ഇരയായിട്ടുള്ള മറ്റൊരാളെയും കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് അവൻ്റെ ഇര മാരിയോ എന്ന മറ്റൊരാളാണ്. കാറിൽ കയറിയത് മുതൽ അയാൾ ദേഷ്യപ്പെട്ട് അരിശത്തോടെയായിരുന്നു കെവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. കെവിൻ അവൻ്റെ കാറിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്ലേ ചെയ്തപ്പോൾ അതും നിർത്താൻ പറഞ്ഞ് മാരിയോ അവനോട് ദേഷ്യപ്പെട്ടു. കെവിൻ അവൻ്റെ കാറിൽ അവൻ്റെ സർവീസായിട്ട് ഫ്രീ വാട്ടർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും സ്വീകരിക്കാനായിട്ട് അയാൾ മടി കാണിച്ചു. എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട എന്ന മട്ടിലായിരുന്നു അയാളുടെ ഇരിപ്പ്. കെവിൻ്റേത് ഒരു ഷെയർ ടാക്സിയാണ്. അതുകൊണ്ട് മാരിയോയുടെ കൂടെ ടാക്സി ഷെയർ ചെയ്യുന്നതിനായിട്ട് മറ്റൊരു റിക്വസ്റ്റ് കെവിന് വന്നു. കെവിൻ എങ്ങനെ അടുത്ത പാസഞ്ചറിനെ പിക്ക് ചെയ്യാനായിട്ട് വഴി മാറി പോവുകയാണ്. പക്ഷേ ടാക്സിയിൽ അവനെ കൂടാതെ മറ്റൊരാളെ കൂടെ കൂട്ടുന്നത് അവനിഷ്ടമല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത് മാരിയോ തന്നെ ആയതുകൊണ്ട് കെവിൻ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കേട്ടില്ല. അങ്ങനെ അടുത്ത പാസഞ്ചറിനെ പിക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് അവർ കണ്ടത് അതൊരു ഇൻഫ്ലുവൻസറും ഒരു സ്റ്റാൻഡപ്പ് കോമേഡിയനും ആ നഗരത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു. ജെസ്സി എന്നാണ് അവളുടെ പേര്. ജെസ്സിയുടെ അടുത്തേക്ക് കെവിൻ കാർ ഒതുക്കുകയാണ്. മാരിയോ ആണെങ്കിൽ ജെസ്സിയെ പറഞ്ഞു വിടുന്നതിന് വേണ്ടി അവളുടെ മുഖത്ത് നോക്കി കാറിലിരുന്ന് മാരിയോ അസഭ്യം പറയുകയായിരുന്നു. മാരിയോയുടെ ഈ സംസാരം കേട്ട ജെസ്സി റൈഡ് ഷെയർ ചെയ്യുന്നില്ലെന്നും ആ ഒരു ടാക്സി ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കെവിൻ നിർബന്ധിച്ച് ഫ്രീ ആയിട്ട് റൈഡ് ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ജെസ്സി വണ്ടിയിലേക്ക് കയറിയത്. ജെസ്സി വലിയൊരു ഇൻഫ്ലുവൻസർ ആണെന്നും സ്റ്റാൻഡപ്പ് കോമഡിയനാണെന്നും ആ നഗരത്തിലെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കെവിനും അറിയാം. അപ്പോൾ ഇവൾ എങ്ങനെയാണ് ഇതുപോലെ ഫേമസ് ആയെന്ന് കെവിൻ ജെസ്സിയോട് ചോദിക്കുകയാണ്. ആൾക്കാരുടെ അറ്റൻഷൻ എങ്ങനെ കൊണ്ടുവരണം, ആൾക്കാരെ എങ്ങനെ നമ്മൾ പിടിച്ചിരുത്തണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കെവിൻ ജെസ്സിയോട് ചോദിച്ചറിഞ്ഞു. അവൻ്റെ ചോദ്യത്തിനെല്ലാം തന്നെ അവൾ ഒരു മറുപടിയാണ് പറഞ്ഞത്. എപ്പോഴും സന്തോഷം പറയുന്ന, തമാശകൾ പറയുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി.
ആൾക്കാരെല്ലാം തന്നെ നമ്മളെ ഫോളോ ചെയ്തുകൊള്ളുമെന്ന് ജെസ്സി അവനോട് പറഞ്ഞു. കെവിനും ഇതുപോലൊരു യൂട്യൂബ് ചാനലുണ്ടെന്നും അവൻ അതിലെങ്ങനെ വളരണം എന്ന് അറിയത്തില്ലെന്നും അതിനുവേണ്ടിയുള്ള ടിപ്സ് എല്ലാം അവൻ ജെസ്സിയോട് ചോദിച്ചു. പക്ഷേ ഈ ഒരു സംസാരങ്ങളൊക്കെ കേൾക്കുന്ന മാരിയോയ്ക്ക് കാറിലിരുന്നതിന് നല്ല ദേഷ്യം വരികയാണ്. അവർ സംസാരിക്കുന്നതിനിടയിൽ മാരിയോ വേണ്ടാത്ത കുറേ കമൻറ്റും ഇടയ്ക്ക് പറയുകയാണ്. ജെസ്സി അതുകൊണ്ട് ഇവളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാരിയോ പറയുന്ന ഈ കാര്യങ്ങളും അവൻ്റെ ഒരു പ്രവൃത്തിയുമെല്ലാം അവൾ റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ അവസാന സ്ഥലത്തെത്തിയപ്പോൾ മാരിയോയുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ജെസ്സി വെളിയിലേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി അവളുടെ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളവും അവൻ്റെ മുഖത്തേക്ക് അവൾ ഒഴിച്ചിട്ട് ഇറങ്ങിപ്പോയി. കാരണം അത്രയേറെ ശല്യത്തോടെയായിരുന്നു ആ റൈഡിൽ മുഴുവൻ മാരിയോ അവളോട് പെരുമാറിയത്. പക്ഷേ മാരിയോയുടെ ഈ ഒരു പ്രവൃത്തിയിൽ കെവിന് ശരിക്കും ദേഷ്യം വന്നു. കാരണം ഒരു ഇൻഫ്ലുവൻസറും ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരാളെ അവൻ ആദ്യമായിട്ടാണ് കണ്ടത്. അവന് കുറേയേറെ കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എങ്ങനെ വളരണമെന്നും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വ്യൂസ് കൂട്ടണമെന്നും ഈ കാര്യങ്ങളെല്ലാം അവൻ അവളോട് ചോദിച്ചറിയാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മാരിയോ ഇതുപോലെ അവളെ ശല്യം ചെയ്തത്. കെവിന് അതുകൊണ്ട് ദേഷ്യം വന്ന് അവൻ്റെ കാറ് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുകയാണ്. കെവിൻ കാറിങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നത് മാരിയോയ്ക്ക് വളരെയധികം ക്ഷീണമുണ്ടാക്കി. അതുമാത്രമല്ല മാരിയോ പറഞ്ഞ സ്ഥലത്തേക്കല്ല ഈ കാറ് പോകുന്നത്. ഇതൊക്കെ ആയപ്പോൾ അവന് വളരെയധികം ദേഷ്യം തോന്നി. അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കെവിൻ ദേഷ്യപ്പെട്ട് മാരിയോയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. മാരിയോ കെവിനെ തെറി വിളിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കെവിൻ അവൻ്റെ വണ്ടിയിൽ പാട്ട് ഫുൾ വോളിയത്തിൽ ഇട്ടതിന് ശേഷം പുറകിൽ കൂടെ നടന്നു പോകുന്ന മാരിയുടെ ദേഹത്തേക്ക് വണ്ടി ഇടിച്ചു കയറ്റുകയാണ്. മാരിയുടെ ശരീരത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയപ്പോൾ അതെല്ലാം അവൻ്റെ വണ്ടിയിലെ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു. ചോരയിൽ കുളിച്ച മാരിയുടെ ശരീരം വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വീഴുന്ന രീതിയിലായിരുന്നു അവൻ ഇടിച്ചു കയറ്റിയത്. മാരിയുടെ ബോഡി അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അവൻ്റെ വണ്ടിയിലുള്ള ബ്ലഡ് എല്ലാം അവൻ ക്ലീൻ ചെയ്ത് കഴുകി കളയുകയാണ്. തിരികെ വീട്ടിലെത്തിയ കെവിൻ അവൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ജെസ്സിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവളുടെ കൂടെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യുക, അത് മാത്രമായിരുന്നു അവൻ്റെ ഉദ്ദേശം. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെ അവൾക്ക് ഇന്ന് രാത്രി ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഷോ ഉണ്ടെന്ന് അവന് മനസ്സിലായി. കെവിൻ അങ്ങനെ ആ ദിവസം രാത്രി തന്നെ ലൈവിൽ അവൻ്റെ വീഡിയോയിൽ അവനൊരു കാര്യം പറഞ്ഞു. ഇന്നേ ദിവസം രാത്രിയാണ് ജെസ്സിയുടെ സ്റ്റാൻഡപ്പ് കോമഡി ഉള്ളത്. അതുപോലെ തന്നെ ഇന്നേ ദിവസം രാത്രി തന്നെ ഞാൻ മറ്റൊരു ലൈവ് സ്ട്രീമും നടത്തും. കെവിൻ്റെ ആകെപ്പാടുള്ള സബ്സ്ക്രൈബറും അവൻ്റെ വ്യൂവർ എന്ന് പറയുന്നത് ബോബി മാത്രമാണ്. ബോബി വിചാരിച്ചിരിക്കുന്നത് ഇവൻ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു നാടകം പോലെ വെറും പ്രാങ്ക് മാത്രമാണെന്നാണ് അവൻ വിചാരിച്ചത്. ബോബിയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അവനും ഇതുപോലുള്ള വീഡിയോകളാണ് ചെയ്യാറ്. ബോബിയും ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവനും പബ്ലിക്കിൽ ഇറങ്ങി ചെന്ന് ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന പരിപാടി തന്നെയാണ് അവന് സ്ഥിരം ചെയ്യുന്നത്. അതുകൊണ്ട് ബോബിക്ക് കെവിന് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ ജെസ്സി എന്ന് പറയുന്നത് കെവിനെ പോലെയോ ബോബിയെ പോലെയുള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ല. അവൾ ചെയ്യുന്ന പരിപാടിയും അവളുടെ സ്റ്റാൻഡപ്പ് കോമഡിയും യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടാണ് അവളെ അത്രയേറെ ജനങ്ങൾ അവളെ ഫോളോ ചെയ്യുന്നത്. കെവിൻ അങ്ങനെ ആ രാത്രി തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് ആവശ്യത്തിന് ഫ്യൂവൽ അവൻ്റെ വണ്ടിയിൽ നിറയ്ക്കുകയാണ്. അവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കെവിൻ ഇങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബോബി ഒരു കാര്യം സ്ട്രീമിലൂടെ കെവിനോട് പറഞ്ഞത്. കെവിൻ്റെ സ്ട്രീം വളരെ ബോറിയാണ്. കുറേ നേരം ആൾക്കാർ അവൻ്റെ സ്ട്രീമിൽ പിടിച്ചിരുത്താൻ മാത്രമുള്ള കണ്ടൻറ്റ് അവൻ്റെ സ്ട്രീമിലില്ല എന്ന് ബോബി പറഞ്ഞു. അവൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കൂടെ നല്ലതാകുന്നതിന് വേണ്ടി എന്തെങ്കിലും കൂടിയ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യണമെന്ന് ബോബി സ്ട്രീമിലൂടെ അവനോട് പറയുകയാണ്. കെവിൻ അങ്ങനെ അവിടെയുള്ള ഒരു കാർ വാഷിനടുത്ത് എന്നിട്ട് അവൻ്റെ ഗ്ലാസ്സിലുണ്ടായിരുന്ന ചോരക്കറകളും അതിൻ്റെ പാടുകളുമെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. അതിനുശേഷം ബോബി പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ സ്ട്രീം ഇച്ചിരി കൂടെ എൻ്റർടൈൻ ആക്കാൻ വേണ്ടി അവനവൻ്റെ കാറിൽ കുറേയേറെ പാസഞ്ചേഴ്സിനെ കയറ്റുകയാണ്. അങ്ങനെ അവൻ്റെ പാസഞ്ചേഴ്സ് പറയുന്നത് പോലെ തന്നെ വണ്ടി സ്പീഡിലും കെയർലെസ്സുമായിട്ട് അവനെ സ്ട്രീറ്റിലൂടെ ഓടിച്ചു. ഈ തവണ അവനിവിടെ പാസഞ്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് റിച്ചാർഡ്, കെൻഡ്ര, ലണ്ടൻ എന്ന 3 പേരാണ്. ആദ്യമേയൊക്കെ അവൻ കാർ നല്ല സ്പീഡിൽ ഓടിക്കുന്നത് ആ 3 പേർക്കും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി. അതിൻ്റെ കൂടെ തന്നെ അവർ രസം പിടിച്ചങ്ങ് കാറിലിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ ലണ്ടൻ എന്നുള്ള പെൺകുട്ടിക്ക് ആ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു അഡ്വഞ്ചർ പോകുന്നത് പോലെയാണ് ആ പെൺകുട്ടിക്ക് തോന്നിയത്. ആ യാത്ര കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ലണ്ടൻ ഫ്രണ്ടിൽ കെവിൻ്റെ കൂടെ ആ ഒരു കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുകയാണ്. അതിനുശേഷം ലണ്ടൻ കെവിനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കെവിൻ അങ്ങനെ ആ രാത്രി വണ്ടി അലക്ഷ്യമായിട്ട് ഓടിച്ച് അവസാനം അവർക്കങ്ങനെ വഴി തെറ്റുകയാണ്. കെവിൻ യഥാർത്ഥത്തിൽ വഴി തെറ്റിച്ചതാണ്. അവൻ വണ്ടി കൊണ്ട് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഒരു ജങ്ക്യാർഡിനടുത്താണ്. അവരിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടാനും വീഡിയോ ഇടാനും പറ്റിയ തരത്തിലുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ റിച്ചാർഡിനോടും കെൻഡ്രയോടും പറഞ്ഞ് കെവിൻ സൺറൂഫ് തുറന്ന് അവരോട് എഴുന്നേറ്റ് നിൽക്കാൻ അവൻ പറഞ്ഞു. അവർ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ലൈവ് സ്ട്രീമായിട്ട് കെവിൻ്റെ ചാനലിൽ സ്ട്രീം ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ റിച്ചാർഡും കെൻഡ്രയും അവരുടെ ഇൻസ്റ്റഗ്രാമിലും ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നു. റിച്ചയും കെൻഡ്രയും ഇപ്പോൾ എഴുന്നേറ്റ് സൺറൂഫിന് മുകളിലായിട്ട് നിൽക്കുകയാണ്.
കെവിൻ വളരെ സ്പീഡിൽ തന്നെ ജങ്ക്യാർഡിന് ചുറ്റും അവൻ്റെ കാർ ഓടിക്കുന്നു. റിച്ചാർഡും കെൻഡ്രയും ലണ്ടനുമെല്ലാം ഈ കാര്യം നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ്. അത്യാവശ്യം നല്ല കാഴ്ചകളുള്ള ഒരു സ്പോട്ടിലാണ് അവൻ അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ കെൻഡ്രയും റിച്ചാർഡും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു കെവിൻ ആ സൺറൂഫ് അടച്ചത്. അതിൻ്റെ കൂടെ തന്നെ വണ്ടിക്കകത്ത് കെവിൻ അവൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് വളരെ ഉച്ചത്തിൽ പ്ലേ ചെയ്തിരിക്കുകയാണ്. ജങ്ക്യാർഡിൻ്റെ മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ അവൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. വണ്ടി നിർത്തിയ ആ സമയത്ത് തന്നെ വണ്ടിയുടെ നേരെ കുറേ തെരുവ് പട്ടികൾ ചാടി വരികയാണ്. റിച്ചാർഡും കെൻഡ്രയും സൺറൂഫിന് മുകളിൽ പൊങ്ങി നിൽക്കുകയാണ്. അവർക്ക് താഴെ വണ്ടിയിലേക്ക് ഇറങ്ങി ഇരിക്കാനും പറ്റത്തില്ല. ഓടിക്കൂടിയ തെരുവ് പട്ടികൾ അവർ രണ്ടുപേരെയും കടിച്ചു കയറുകയാണ്. റിച്ചാർഡിനും കെൻഡ്രയ്ക്കും അത് സഹിച്ചുകൊണ്ട് നിസ്സഹായതയോടെ അവിടെ കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇതേ സമയം കെവിൻ്റെ കൂടെ സൈഡിലെ സീറ്റിലിരിക്കുന്ന ലണ്ടൻ പേടിച്ച് കരയുകയാണ്. തൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു അവസ്ഥയാണെങ്കിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൾ ആലോചിച്ചു കൊണ്ടിരുന്നു. കെവിൻ ഉടൻ തന്നെ അവൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ഡ്രില്ലർ എടുത്ത് ലണ്ടനെ ആ കാറിനകത്ത് വെച്ച് തന്നെ ആ ഡ്രില്ലർ ഉപയോഗിച്ച് കൊല്ലുകയാണ്. അവരെല്ലാം കൊന്നതിന് ശേഷം അവരുടെ ബോഡിയെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ്. ചോര പുരണ്ടിരിക്കുന്ന അവൻ്റെ കാറ് ഒരു കാർ വാഷിൽ കയറ്റി വൃത്തിയാക്കി കഴുകുകയാണ്. ഈ തവണ ഞാൻ ചെയ്ത ലൈവ് സ്ട്രീം നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ളതായിരുന്നു. ഉറപ്പായിട്ടും അത് ബോബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഇതൊക്കെ മനസ്സിൽ കണ്ടാണ് അവൻ ബോബിയെ ഫോൺ ചെയ്തത്. പക്ഷേ ബോബി അവൻ്റെ ആ ഒരു സ്ട്രീം കാണാൻ സമയം കിട്ടിയില്ലായിരുന്നു. ആ 3 പേരെ താൻ അടുപ്പിച്ച് കൊന്നു. എന്നിട്ടും ആ ഒരു സ്ട്രീം ബോബിക്ക് കാണാൻ പറ്റാത്തതിൽ കെവിന് ശരിക്കും സങ്കടം തോന്നി. ബോബി യഥാർത്ഥത്തിൽ അവൻ്റെ സ്ട്രീം കുറച്ച് സമയം വരെ ഇരുന്ന് കണ്ടായിരുന്നു. യാതൊരു ഇൻട്രസ്റ്റോ പിടിച്ചിരുത്താൻ തരത്തിലുള്ള യാതൊരു കണ്ടൻറ്റോ അവൻ്റെ ആ ഒരു വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ആ സ്ട്രീമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ബോബിയുടെ ഈ വാക്കുകളെല്ലാം കെവിനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ഫേമസ് ആകാൻ അല്ലെങ്കിൽ എൻ്റെ സ്ട്രീം ഒന്ന് നല്ല രീതിയിൽ ഉയർന്നു വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കെവിൻ ബോബിയോട് വിഷമിച്ച് ചോദിക്കുകയാണ്. നീ ആദ്യമേ ജെസ്സി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടുപഠിക്കുക. അവൾ ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡി അത് കാണാൻ തന്നെ കുറേയേറെ ജനങ്ങളാണ് വന്നുകൂടുന്നത്. അത്രയും ഒതൻറ്റിക് ആയിട്ടുള്ള അത്രയും നല്ല ഓഡിയൻസാണ് അവൾക്കുള്ളത്. നീ അവളുടെ അടുത്ത് നിന്ന് കുറേയേറെ പഠിക്കാനുണ്ടെന്ന് ബോബി കെവിനോട് പറഞ്ഞു. കെവിൻ അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ജെസ്സിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും അവളുടെ സോഷ്യൽ മീഡിയമെല്ലാം തുടരെ കാണാൻ തുടങ്ങി. അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അത്രയും നല്ല ഓഡിയൻസ് അവൾക്കുള്ളത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കെവിൻ യഥാർത്ഥത്തിൽ അസൂയ വരികയാണ്. അതുപോലെ നല്ല ഓഡിയൻസ് തനിക്കില്ലല്ലോ എന്ന കാര്യത്തിലാണ് അവൻ അത്രയും വിഷമം തോന്നിയത്. അവന് ദേഷ്യം തോന്നി പലപ്പോഴും അവളുടെ സോഷ്യൽ മീഡിയ പേജിൽ വളരെ റൂഡായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. കെവിൻ തിരികെ മറ്റൊരിടത്തേക്ക് അവൻ്റെ വണ്ടി കൊണ്ട് പോവുകയാണ്. ഈ സമയത്താണ് ജെസിക്ക കെവിൻ്റെ വണ്ടിയിൽ കയറിയിരുന്ന ആ ഒരു നിമിഷങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ആ ഒരു സ്റ്റോറിയിൽ കെവിനും മാരിയുമുണ്ട്. മാരിയോ അവളോട് കാണിച്ച ആ ഒരു റൂഡായിട്ടുള്ള ആ ഒരു മോശം ബിഹേവിയർ എല്ലാവരും കാണട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് ജെസ്സി ആ ഒരു സ്റ്റോറി അങ്ങനെ പോസ്റ്റ് ചെയ്തത്. ഇതെല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം ജെസ്സി അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു കണ്ടൻ്റാണെന്ന് അവൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനിടയിലാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഈ ഒരു സമയത്ത് അവരെ കാണാനായിട്ട് ആരും തന്നെ വരാറില്ല. പ്രത്യേകിച്ച് ആരും വരാത്ത ഈ സമയത്ത് ആരാണ് വന്നതെന്ന് വിചാരിച്ചാണ് ജെസ്സി പേടിയോടെ വാതിൽ തുറക്കാൻ ചെന്നത്. നമ്മൾ ആദ്യമേ ചിലപ്പോൾ വിചാരിക്കും അത് കെവിനായിരിക്കുമെന്ന്. പക്ഷേ മൈക്ക് എന്ന് പറയുന്ന അവളുടെ ട്രൂപ്പിലുള്ള മറ്റൊരു സ്റ്റാൻഡപ്പ് കൊമീഡിയനായിരുന്നു അത്. അവരുടെ അടുത്ത വർക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടായിരുന്നു മൈക്ക് അവിടേക്ക് വന്നത്. ഇതേ സമയം കാണിക്കുകയാണെങ്കിൽ കെവിൻ ചെന്നത് ബോബിയുടെ വീട്ടിലേക്കായിരുന്നു. കെവിൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ലൈവ് സ്ട്രീം ചെയ്യുകയാണ്. കെവിൻ വീട്ടിൽ വന്നപ്പോൾ തിരികെ അവരുടെ വീട്ടിലേക്ക് പോകാനാണ് ബോബി കെവിനോട് പറഞ്ഞത്. അവൻ്റെ കൂടെ ഇനിയൊരു പെയ്ഡ് കൊളാബറേഷനോ യാതൊരു തരത്തിലുള്ള സഹകരണത്തിനോ ഞാനില്ല എന്ന് ബോബി അവനോട് തുറന്നു പറഞ്ഞു. ബോബി ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴും കെവിൻ അത് ലൈവ് സ്ട്രീമിൽ കൂടെ സ്ട്രീം ചെയ്യുകയാണ്. കെവിനെ പോലെ തന്നെ ബോബിയും മറു സൈഡിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു വാക്കുതർക്കം കാണുന്നതിന് വേണ്ടി ബോബിയുടെ ലൈവ് സ്ട്രീമിലുണ്ടായിരുന്ന ആൾക്കാരും കെവിൻ്റെ ലൈവ് സ്ട്രീമിലേക്കും പോകുന്നു. രണ്ടുപേരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇവരുടെ ആർഗ്യുമെൻ്റ് എന്നറിയുന്നതിന് വേണ്ടിയാണ് വ്യൂവേഴ്സ് രണ്ട് ലൈവ് സ്ട്രീമിലും കാണാൻ പോകുന്നത്. കെവിൻ അങ്ങനെ നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആർഗ്യുമെൻ്റ് കാരണം കെവിൻ്റെ ലൈവ് സ്ട്രീമിലെ വ്യൂവേഴ്സ് കൂടുകയാണ്. കെവിൻ പെട്ടെന്ന് തന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്തിയെടുത്ത് ബോബിയെ കുത്തുകയാണ്. കുത്തുകണ്ട ബോബി അവൻ്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് കെവിന് നേരെ ചൂണ്ടിപ്പിടിച്ചു. കെവിൻ്റെ അരികിൽ നിന്ന് എങ്ങനെയും ഓടി രക്ഷപ്പെടാനായിട്ട് ബോബി പരമാവധി ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം കെവിൻ തന്നെ ബോബിയെ കീഴടക്കുന്നു. ഇങ്ങനെ ഒരു കൊലപാതകം ലൈവ് സ്ട്രീമിൽ തന്നെ കുറേ ആൾക്കാർ കാണിക്കുക തന്നെ അവനത് ചെയ്തു. പക്ഷേ എന്നിട്ടും ലൈവ് സ്ട്രീമിലുള്ള ആൾക്കാർ വിചാരിച്ചത് അത് വെറും പ്രാങ്ക് ആയിരുന്നു എന്നാണ്. കാരണം ലൈവ് സ്ട്രീമിലെ കുറേയേറെ ആൾക്കാരും ബോബിയുടെ ഫോളോവേഴ്സ് ആയിരുന്നു. ബോബി ഇതുപോലുള്ള കണ്ടന്റാണ് ചെയ്യുന്നതെന്ന് അവർക്കെല്ലാം അറിയാം. അപ്പോൾ ബോബി തന്നെ പ്ലാൻ ചെയ്ത മറ്റൊരു പ്രാങ്കാണ് ഇതെന്ന് അവരെല്ലാവരും വിചാരിച്ചു.
കെവിൻ്റെ ആ ലൈവ് സ്ട്രീം 3 ഡിജിറ്റ് നമ്പറിലേക്ക് വരെ അങ്ങനെ ഉയർന്നു പോവുകയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ കെവിന് വളരെയധികം സന്തോഷമായി. അവൻ ആ ലൈവ് സ്ട്രീം ഓഫാക്കാതെ തന്നെ അവൻ്റെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തുറന്നു കാണിക്കുകയാണ്. ബോബിയുടെ ഷെൽഫിലുള്ള വിവിധ കാര്യങ്ങളും അങ്ങനെ പല സാധനങ്ങളും അവൻ ആ ലൈവ് സ്ട്രീമിൽ കാണിച്ചു. എന്തിനേറെ ആ ലൈവ് സ്ട്രീമിൽ വെച്ച് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിൽ പോയി അവൻ കുളിച്ചതും. ഈ സമയത്താണ് കെവിൻ്റെ അച്ഛൻ മാത്യു അവന് മെസ്സേജ് അയച്ചത്. കെവിൻ്റെ അച്ഛൻ ഒരു DJ ആയതുകൊണ്ട് DJയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന പരിപാടിക്ക് പോകണം. അപ്പോൾ അതിന് കൊണ്ടുവിടാനായിട്ടാണ് മാത്യു കെവിന് ടെക്സ്റ്റ് ചെയ്തത്. കെവിൻ പക്ഷേ അയാളയച്ച ആ ഒരു മെസ്സേജ് ഒന്നും ശ്രദ്ധിക്കാൻ പോലും നിന്നില്ല. കെവിന് ഇന്ന് ജെസ്സിയുടെ ഒരു പ്രധാനപ്പെട്ട ഷോ ഉണ്ട്, അപ്പോൾ അവൻ അതിന് പോകണം. അതായിരുന്നു അവൻ്റെ അച്ഛൻ മാത്യുവിനോട് അവൻ പറഞ്ഞ കാരണം. അപ്പോഴാണ് മാത്യു മറ്റൊരു ഫേമസ് ആയിട്ടുള്ള DJയെ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം കെവിനോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ കൂടെ വരാമെന്ന് കെവിൻ സമ്മതിച്ചു. ആ ഒരു DJയെ പരിചയപ്പെടുന്നത് വഴി തൻ്റെ ചാനലും അയാൾ വഴി പ്രൊമോട്ട് ചെയ്യാമെന്നാണ് കെവിൻ വിചാരിച്ചത്. അധികം വൈകാതെ കെവിൻ അവൻ്റെ അച്ഛൻ മാത്യുവിനെ പിക്ക് ചെയ്യുകയാണ്. അവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ രണ്ടുപേരും തർക്കിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തർക്കിക്കുന്നതിനിടയിലാണ് കെവിൻ്റെ കാറിൻ്റെ ആ ഡാഷ്ബോർഡിൽ നിന്ന് ബോബിയുടെ ആ ഒരു ഗണ്ണ് മാത്യുവിന് കിട്ടിയത്. ഈ ഒരു തോക്ക് ആരുടേതാണെന്നും എന്തിനാണ് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്നും മാത്യു അവനോട് ചോദിച്ചു. പക്ഷേ കെവിൻ ദേഷ്യപ്പെട്ടും തർക്കിച്ചുകൊണ്ടുമാണ് മാത്യുവിനോട് സംസാരിച്ചത്. അവരിപ്പോൾ ആ തോക്കിൻ്റെ പേരിലാണ് കാറിനുള്ളിൽ വെച്ച് വഴക്ക് കൂടുന്നത്. അപ്പോഴാണ് ആ വഴി ഒരു പോലീസുകാർ പോകുന്നത് കെവിൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും അവരുടെ ഒരു തർക്കം അവിടെ തന്നെ നിർത്തി. ആ പോലീസുകാർ കാണാതിരിക്കുന്നതിന് വേണ്ടി അവൻ ആ തോക്ക് അവൻ്റെ മടിയിലേക്കും എടുത്തു വെച്ചു. അവർക്കനെ അവിടെ നിന്ന് കാറെടുത്ത് ആ നഗരത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബിലെത്തുകയാണ്. അവിടെ ആ ഒരു നഗരത്തിലും ആ ക്ലബ്ബിലും ഒരു ഫേമസ് ആയിട്ടുള്ള DJയാണ് ഉനോ. ആ സ്ത്രീയെ കാണാനായിട്ടായിരുന്നു മാത്യു ക്ലബ്ബിലേക്ക് വന്നത്. മാത്യുവും കെവിനും ഉനയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കെവിൻ്റെ ചാനലിനെ പറ്റിയും അവൻ്റെ ചാനലിന്ന് ടാഗ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാമെന്ന് ഉനയോട് അവൻ ചോദിച്ചത്. ഉനോ ആദ്യമേ തന്നെ ഇവൻ്റെ ഈ ഒരു ആവശ്യം നിരസിക്കുകയായിരുന്നു. പിന്നീടും അവൻ കുറേ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. പക്ഷേ അവൻ ഒരു കാര്യം അവൾക്ക് ചെയ്തു കൊടുക്കണം. നഗരങ്ങളിൽ ഐസ്ക്രീമും സ്വീറ്റ്സും അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു പ്രത്യേക തരം വണ്ടിയാണ് ടാക്കോ ട്രക്ക്. ഉനയെ കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടാക്കോ ടർക്കിലേക്ക് കെവിൻ കൊണ്ടുപോകണം. അതായിരുന്നു ഉനയുടെ ആവശ്യം. അങ്ങനെ കെവിൻ ഉനയെ കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടാക്കോ ടർക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കെവിൻ ഇപ്പോൾ ഉനോ പറയുന്നത് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ ട്രക്കിന് ഫ്രണ്ടിൽ നിന്ന് ഉനോയുടെ ഫോട്ടോയൊക്കെ അവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ട്രക്കിൽ നിന്ന് സാധനം വാങ്ങുന്നതിന് വേണ്ടി അതിന് ഫ്രണ്ടിലുള്ള ക്യൂവിൽ നിൽക്കാനും കെവിനോട് ഉനോ പറയുകയാണ്. കെവിന് മറ്റൊരു വഴിയുമില്ല. അവൻ്റെ ചാനൽ ഇവൾ ടാഗ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. കെവിൻ അങ്ങനെ അവൻ്റെ ആ ഒരു ലൈവ് സ്ട്രീം ഓണാക്കിക്കൊണ്ട് ആ ട്രക്കിന് ഫ്രണ്ടിലുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ഉനോ കെവിൻ്റെ കാറിൽ കയറിയിരിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ ആ കാറിൽ നിന്ന് ബോബിയുടെ ആ ഒരു ഗണ്ണ് അവൾക്ക് കിട്ടിയത്. ആദ്യമേ അവളത് കാര്യമാക്കി എടുത്തില്ല. അത് വെറും ഒരു കളിത്തോക്കാണെന്നാണ് അവൾ വിചാരിച്ചത്. ആ ഒരു തോക്കും കയ്യിൽ പിടിച്ച് അവളങ്ങനെ കുറേ സെൽഫി എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരയ്ക്ക് വല്ലാണ്ട് ദാഹിച്ചു. അവൾ ആ കാറിലുണ്ടായിരുന്ന കെവിൻ ഫ്രീ ആയിട്ട് വിൽക്കുന്ന ആ ഒരു വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ആ വിഷം കലർന്ന വെള്ളം കുടിച്ചതേ ഉനോ അപ്പോൾ തന്നെ മരണപ്പെടുകയാണ്. ട്രക്കിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് കെവിൻ തിരികെ കാറിലേക്ക് വരികയാണ്. അവൻ കാറിൽ കയറി നോക്കുമ്പോൾ ബോധമില്ലാതെ മരണപ്പെട്ട് കിടക്കുന്ന ഉനോയെയാണ് അവൻ കണ്ടത്. അവളുടെ തൊട്ടരികിൽ അവൾ കുടിച്ച ആ ഒരു വാട്ടർ ബോട്ടിലും കിടക്കുകയാണ്. ആ വെള്ളം കുടിച്ചാണ് അവൾ മരണപ്പെട്ടതെന്ന് കെവിന് മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോൾ ആ കൃത്യസമയത്തായിരുന്നു കുറച്ച് പോലീസുകാർ അവൻ്റെ കാറിന് ഫ്രണ്ടിൽ വന്ന് നിർത്തിയത്. കെവിൻ ഉടൻ തന്നെ ആ ഒരു വാട്ടർ ബോട്ടിൽ സൈഡിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. സംശയപരമായിട്ട് കെവിനെയും കെവിൻ്റെ കാറും കണ്ടപ്പോൾ പോലീസുകാർ അവനെ ചോദ്യം ചെയ്തു. അവൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് അവർ ആദ്യമേ ചോദിച്ചതും അവർ ആദ്യമേ ചെക്ക് ചെയ്തതും. കാറിലുള്ള ആ ഒരു പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും വൈകിട്ട് ക്ലബ്ബിൽ പോയതിൻ്റെ ക്ഷീണം കാരണം അവൾ ഉറങ്ങുകയാണെന്നും കെവിൻ പറഞ്ഞു. അകത്തിരുന്ന ഉനോ പെട്ടെന്നായിരുന്നു ഞെട്ടി എണീറ്റത്. ആ ബോട്ടിലിൽ നിന്ന് അവൾ കുറച്ച് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവൾ മരണപ്പെടാത്തത്. ഞെട്ടിയിടീറ്റ ഉനോ മുൻപിൽ കണ്ടത് ഒരു പോലീസുകാരനെയായിരുന്നു. പെട്ടെന്ന് ഒരു ഭയത്തോടെ അവൾ ആ ഫ്രണ്ടിലുള്ള ഗണ്ണെടുത്ത് ആ പോലീസുകാരനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഉനോ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. ഇതും കൂടെ ആയപ്പോൾ ഉനോ ശരിക്കും പേടിച്ചു പോയി. അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധമായിരുന്നു. പെട്ടെന്ന് തന്നെ ഭയത്തോടെ ആ കാറിൽ നിന്നിറങ്ങി അവൾ ഇറങ്ങി ഓടുകയാണ്. അവളുടെ പുറകെ തന്നെ മറ്റൊരു പോലീസുകാരനും അവളെ പിടിക്കാൻ ഓടുന്നുണ്ട്. ഈ ഒരു സമയം മുതലാക്കി കെവിൻ അവൻ്റെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ എന്നാലും അവൻ്റെ പുറകെയും പോലീസുകാർ അവനെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനീ ചെയ്ത കാര്യങ്ങളും ഈ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ ലൈവ് സ്ട്രീമിൽ എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനൊരു ആക്സിഡൻറ്റും ഈ ഒരു ഇൻസിഡൻറ്റും നടന്നത് ലൈവ് സ്ട്രീമിൽ അവൻ്റെ ആൾക്കാരുടെ എണ്ണം കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. കെവിൻ്റെ തൊട്ടു പുറകെ തന്നെ പോലീസുകാർ വരുന്നുണ്ട്.
ഇതുകൂടെ ആയപ്പോൾ കെവിൻ വല്ലാണ്ട് പാനിക്കാവുന്നു. അവൻ വണ്ടി വളരെ കെയർലെസ് ആയിട്ട് വളരെ വേഗത്തിലാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കെവിൻ അവൻ്റെ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തെരുവിൽ ക്യാമ്പിലും ടെൻറ്റിലും കടന്നുകൊണ്ടിരുന്ന കുറേ പേരുടെ ദേഹത്തോടെ വണ്ടി അവൻ ഇടിച്ചു കയറ്റുന്നു. അങ്ങനെ കെവിൻ്റെ കാർ ആക്സിഡൻ്റായി തലകുത്തി ആ സ്ഥലത്തേക്ക് വീഴുന്നു. ഈ ഒരു ആക്സിഡൻറ്റിലൂടെ കെവിൻ വീടും സ്ഥലവുമില്ലാതെ അവിടെ താമസിച്ച കുറേ പേരെയാണ് അവൻ കൊന്നത്. ഇതേ സമയം ജെസിക്കയുടെ കൂട്ടുകാരനായിട്ടുള്ള മൈക്ക് ജെസിക്ക് രാത്രിയിൽ അവതരിപ്പിക്കേണ്ട ആ ഒരു ഷോയിലേക്ക് മൈക്ക് അവളെ കൊണ്ടുവിടുകയാണ്. അങ്ങനെ ആ ഒരു ഷോയ്ക്ക് ആ സ്ഥലത്തെത്തിയതിനു ശേഷം ജെസി അവളുടെ ആ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ജെസിയുടെ ആ ഒരു ഷോയ്ക്ക് തൊട്ട് മുൻപ് മാർക്ക് അവൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡപ്പ് കോമഡി എല്ലാവർക്കും മുൻപിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ അവൻ്റെ കോമഡിയും അവൻ്റെ തമാശയും കേട്ട് ആരും തന്നെ ചിരിച്ചില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു ജെസി അവളുടെ സ്റ്റാൻഡപ്പ് കോമഡിക്കായിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നത്. അവൾ കയറി വന്നതേ അവിടുത്തെ ജനങ്ങളെല്ലാം അവളെ ആരവത്തോടെ വരവേറ്റു. അവളുടെ ആ ഒരു ഷോ ലൈവായിട്ട് ഇൻസ്റ്റഗ്രാമിലും എല്ലാ പ്ലാറ്റ്ഫോമിലും സ്ട്രീം ചെയ്യുകയാണ്. അങ്ങനെ അവൾ അവളുടെ ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങുന്നു. ഇതേ സമയം ആ സ്റ്റേജിന് തൊട്ടടുത്തുള്ള മറ്റൊരു ഭാഗത്ത് കെവിൻ അവൻ്റെ ഗണ്ണ് പിടിച്ച് ജെസിയെ നോക്കി നിൽക്കുകയാണ്. കെവിന് മുൻപ് നടന്ന ആക്സിഡൻറ്റിൽ യാതൊരു കുഴപ്പം വന്നിട്ടില്ല. ചെറിയ പരിക്കുകൾ മാത്രമേ അവനുണ്ടായിട്ടുള്ളൂ. അവിടെ നിന്ന് അവൻ നേരെ എഴുന്നേറ്റ് വന്നത് ഈ ഒരു ജെസിയുടെ ഷോയിലേക്കായിരുന്നു. കെവിൻ അവൻ്റെ അടുത്ത ഇരയായിട്ട് മനസ്സിൽ കണ്ടതും ജെസിയെ തന്നെയാണ്. ജെസി അങ്ങനെ അവളുടെ സ്റ്റാൻഡപ്പ് കോമഡി കഴിഞ്ഞിട്ട് അവളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റേജിൽ പറയാൻ തുടങ്ങി. അവൾ തലേ ദിവസം സ്പ്രീ എന്ന ആപ്ലിക്കേഷൻ വഴി ടാക്സി ഡ്രൈവറായിട്ടുള്ള കെവിനെയും കോ പാസഞ്ചറായിട്ടുള്ള മാരിയെയും കണ്ട കാര്യങ്ങളെല്ലാം അവൾ ആ സ്റ്റേജിൽ തുറന്നു പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ നല്ല ഉയർച്ചയിലെത്തുന്നതും കുറേ ഫോളോവേഴ്സിനെ നേടുന്നതും അങ്ങനെ ഫേമസ് ആകണമെന്ന ആഗ്രഹത്തോടെ നടക്കുന്ന ചെറുപ്പക്കാരനാണ് കെവിൻ. കെവിൻ്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു ആഗ്രഹമാണിത്. കെവിൻ അവൻ്റെ ഈ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ ചിന്തിച്ചതും എന്നെപ്പറ്റി തന്നെയായിരുന്നു. കാരണം എനിക്ക് ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിട്ടും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സബ്സ്ക്രൈബർ കൗണ്ടോ ഫോളോവേഴ്സിൻ്റെ കൗണ്ടോ ഒന്നുമല്ല ജീവിതത്തിലെ സന്തോഷമെന്ന് കെവിനെ ഉദാഹരണമായിട്ട് കാണിച്ച് അവളെ സ്റ്റേജിൽ മൊത്തം എല്ലാവരോടും പറയുകയാണ്. മറ്റുള്ളവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല നമുക്ക് സന്തോഷം വരുത്തുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ മടിക്കുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയെ പറ്റിയും അതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റിയും എല്ലാവരുടെ മുൻപിൽ വെച്ച് അവൾ തുറന്നു പറയുകയാണ്. അവസാനമായി ആ സ്റ്റേജിൽ വെച്ച് തന്നെ അവളുടെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം അവളൊരു തീരുമാനം എല്ലാവരുടെ മുൻപിൽ വെച്ചെടുത്തു. സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള എൻ്റെ ഒരു ജീവിതം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് അവളുടെ മൈക്കും സ്റ്റേജിൽ ഉപേക്ഷിച്ച് അവൾ തിരികെ ഇറങ്ങിപ്പോയി. അവളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആശ്ചര്യത്തോടെ പരസ്പരം നോക്കുകയായിരുന്നു. ജെസി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കെവിൻ അകലെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവളുടെ ആ വാക്കുകൾ അവൻ്റെ മനം മാറ്റി. അവളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വന്ന അവൻ അവളെ കൊല്ലാതെ തിരികെ ഓടിപ്പോവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ആ നഗരത്തിലെ സ്പ്രീ എന്ന ആ ഒരു ആപ്ലിക്കേഷനും അതിൻ്റെ സർവീസും താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് അവരുടെ കസ്റ്റമേഴ്സിനെ കാണാതാകുന്നതും കുറേ പേർ കൊല്ലപ്പെടുന്നതുമാണ് അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി അവരുടെ ആ ഒരു സർവീസ് അവർ ക്ലോസ് ചെയ്യുകയാണ്. പുറത്തിറങ്ങിയ കെവിന് കാറൊന്നുമില്ലാത്തത് കൊണ്ട് ഗോഗോ എന്ന ആപ്പ് വഴി അവനൊരു ടാക്സി ബുക്ക് ചെയ്യുകയാണ്. ടാക്സിയിൽ കയറിയതിനു ശേഷം ടാക്സി ഡ്രൈവറായിട്ടുള്ള ഡേവിഡുമായിട്ട് അവൻ കുറച്ചു നേരം സംസാരിച്ചു. ജെസിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ കെവിൻ നന്നായി കാണുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കെവിൻ ആ ടാക്സി ഡ്രൈവറെ ആ കാറിൽ വെച്ച് തന്നെ കൊന്ന് ആ ടാക്സിയും അവൻ കൈക്കലാക്കുകയാണ്. ഇതേ സമയം ജെസി ഇപ്പോൾ ബാറിൽ മൈക്കിൻ്റെ കൂടെയാണ്. മൈക്കാണെങ്കിൽ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഓണാക്കി വെച്ച് ജെസിയുടെ പുറകെ തന്നെ നടക്കുകയാണ്. ജെസി സോഷ്യൽ മീഡിയ ആ സ്റ്റേജിൽ വെച്ച് തന്നെ ഉപേക്ഷിച്ചതാണ്. പക്ഷേ മൈക്ക് അവളുടെ പുറകെ ഇങ്ങനെ വരുന്നത് അവൾക്ക് വളരെ ശല്യമായിട്ട് തോന്നി. അതുകൊണ്ട് മൈക്കിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ജെസി ഗോഗോ വഴി ഒരു ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി ബുക്ക് ചെയ്തപ്പോൾ ജെസിയുടെ അടുത്തേക്ക് വന്നത് ഡേവിഡിൻ്റെ കാറാണ്. പക്ഷേ ഡേവിഡിൻ്റെ കാർ ഇപ്പോൾ ഓടിക്കുന്നത് മറ്റാരുമല്ല, കെവിനാണ്. ജെസി അങ്ങനെ ആ കാറിനുള്ളിൽ കയറുകയാണ്. കാർ ഓടിക്കുന്ന കെവിനെ ആദ്യമേ ജെസിക്ക് മനസ്സിലായില്ല. അവസാനം കെവിൻ തന്നെ സ്വയം തന്നെ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അവൾക്ക് ആരാണെന്ന് മനസ്സിലായത്. തലേ ദിവസം അവൾ ടാക്സിയിൽ വെച്ച് കണ്ട ആ ടാക്സി ഡ്രൈവർ ഇന്നവൾ സ്റ്റേജിൽ വെച്ച് ഒരാളെക്കുറിച്ച് പറഞ്ഞില്ലേ, അയാൾ തന്നെ, അതായത് കെവിൻ തന്നെയാണ് കാർ ഓടിക്കുന്നതെന്ന് അപ്പോഴാണ് ജെസിക്ക് മനസ്സിലായത്. കെവിൻ ജെസിയുടെ ഷോ കാണാൻ വന്നിരുന്നെന്നും ജെസി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ കേട്ടിരുന്നെന്നും അവൻ ജെസിയോട് പറഞ്ഞു. നമ്മൾ വിചാരിക്കും ജെസിയുടെ ആ ഒരു സംസാരം കേട്ടിട്ട് കെവിൻ ഒന്ന് നന്നായി കാണുമെന്ന്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ കെവിൻ ജെസിയെ ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. ജെസിയുടെ കയ്യിൽ ഫോണില്ല എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം. സ്റ്റേജിൽ വെച്ച് തന്നെ അവൾ അവളുടെ ഫോണ് തല്ലി പൊട്ടിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഫോണില്ലാത്തത് കൊണ്ട് അവൾക്ക് പുറത്തുനിന്ന് ആരുടെയും സഹായം നേടാൻ കഴിയത്തില്ലെന്ന് അവന് മനസ്സിലായി.
ജെസ്സിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് കെവിൻ പറഞ്ഞപ്പോഴാണ് ജെസ്സിക്ക് പിന്നീടും അപകടം നന്നായിട്ട് മനസ്സിലായത്. ജെസ്സി പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ ചാർജർ എടുത്ത് കെവിൻ്റെ കഴുത്ത് മുറുക്കി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വണ്ടിയുടെ നിയന്ത്രണം വിട്ട് അവിടെ റോഡിലുണ്ടായിരുന്ന ഒരു കണ്ടെയ്നറിലേക്ക് ആ കാർ ഇടിച്ചു കയറുന്നു. കാർ ഇടിച്ച ആ ഒരു ആഘാതത്തിൽ ജെസ്സി ആ സീറ്റിലേക്ക് മറിഞ്ഞു വീണു. കെവിൻ പുറകിലെ സീറ്റിലേക്ക് ചെന്ന് ജെസ്സിയുടെ മുഖത്തിടിച്ച് അവളെ ബോധം കെടുത്തുകയാണ്. അതിനുശേഷം അവളെ വലിച്ചഴിച്ചുകൊണ്ട് അവൻ്റെ വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ലോണിലേക്ക് അവളെ കൊണ്ടുപോയി നിർത്തുകയാണ്. കെവിൻ ഈ ഒരു കാര്യമെല്ലാം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. കെവിൻ അവൻ്റെ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും പോളിട്ട് അവനൊരു കാര്യം ചോദിച്ചു, അവളെ എന്ത് ചെയ്യണം? ആ ഒരു പോളിൽ അവൻ്റെ വ്യൂവേഴ്സും ഫോളോവേഴ്സും എല്ലാം പറഞ്ഞത് ജെസ്സിയെ കൊന്നുകളയാനായിട്ടാണ്. ഇതിപ്പോൾ കെവിനേക്കാളും കഷ്ടമാണ് അവൻ്റെ വ്യൂവേഴ്സും അവൻ്റെ ഫോളോവേഴ്സും. ജെസ്സിയെ അവിടെയുള്ള ആ ലോണിൽ മുട്ടുകുത്തി നിർത്തിയിരിക്കുകയാണ് കെവിൻ അവൻ്റെ വണ്ടി അവളുടെ ദേഹത്തോടെ ഇടിച്ചു കയറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് അവൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ക്യാമറയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ മുൻപിൽ നിന്ന് ഒന്ന് ശ്രദ്ധ മാറ്റിയത്. ക്യാമറയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ലോണിലേക്ക് നോക്കുമ്പോൾ അവിടെ അതാ ജെസ്സി ഇല്ല. ജെസ്സി എവിടെ പോയെന്ന് അന്വേഷിക്കാനായിട്ട് അവൻ കാറിൽ നിന്നിറങ്ങി ആ ലോണിലേക്ക് ഇറങ്ങി തപ്പുകയാണ്. അവൻ്റെ ചാറ്റിലൂടെ അവൻ്റെ വ്യൂവേഴ്സ് പറയുന്നുണ്ടായിരുന്നു ആ കാറിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. പക്ഷെ അവൻ അതൊന്നും മനസ്സിലാക്കാതെ അവൻ പുറത്തിറങ്ങി അവളെ നോക്കുകയായിരുന്നു. ഈ സമയത്ത് കാറിൽ അവനില്ല എന്ന് ഉറപ്പുവരുത്തി പുറകിൽ നിന്ന് ജെസ്സി വന്ന് ആ കാറിനകത്തേക്ക് കയറുകയാണ്. ജെസ്സി ഇങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് കെവിൻ്റെ പുറകെ അവനെ ഇടിക്കാനായിട്ട് പുറകെ ഓടിച്ചുകൊണ്ട് വരികയാണ്. കെവിനാണെങ്കിൽ ജെസ്സിയെ പേടിച്ച് ആ ലോണിലൂടെ ഓടുകയാണ്. ജെസ്സി അവൻ്റെ പുറകെ അവനെ ഇടിക്കാനായിട്ട് കാർ കൊണ്ടുവരുന്നു. പക്ഷേ ഇടയ്ക്ക് നിയന്ത്രണം വിട്ട് ആ ഒരു കാറ് കെവിൻ്റെ തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയാണ്. ആ ഒരു അപകടത്തിൽ ജെസ്സിക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ അപ്പോഴേക്കും ആ കാറിനടുത്തേക്ക് കെവിൻ വന്നിരുന്നു. അവൻ കാറിനടുത്തേക്ക് വന്ന് വാതിൽ തുറന്ന് ജെസ്സിയുടെ മുഖം കാറിൻ്റെ സ്റ്റീറിങ്ങിലേക്ക് പിടിച്ച് തള്ളി വെക്കുകയാണ്. ആ സമയം ജെസ്സി അങ്ങനെയൊക്കെയോ അവനെ ഒന്ന് തള്ളി മാറ്റി ആ കാറിൽ നിന്ന് ആ മുറിയിലേക്ക് ഇറങ്ങുകയാണ്. കെവിൻ്റെ ആ കാറ് ഇടിച്ചു നിൽക്കുന്നതും അവൻ്റെ വീട്ടിലെ ആ മുറിയിലേക്കാണ്. കെവിൻ ഇതെല്ലാം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന് ജെസ്സിക്ക് മനസ്സിലായിരുന്നു. ജെസ്സി ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ക്യാമറ എടുത്ത് ലൈവ് സ്ട്രീമിലൂടെ അവൻ ചെയ്യുന്ന ഈ ക്രൂരതയും അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും അവൾ കേണപേക്ഷിക്കുകയാണ്. ഈ സമയത്താണ് വീട് തകർന്നത് കണ്ട് കെവിൻ്റെ അച്ഛൻ മാത്യു അങ്ങോട്ടേക്ക് വന്നത്. ഇടിഞ്ഞു തകർന്ന ആ വീടിൻ്റെ ഒരറ്റത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവൻ കാണുന്നത് മരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു. ആരോ ആ സ്ത്രീയെ കൊന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇട്ടതുപോലെയാണ്. അത് വേറെ ആരുടെയുമല്ല, കെവിൻ്റെ അമ്മയുടെ തന്നെ മൃതദേഹമായിരുന്നു. അതെ, കെവിൻ്റെ ഈ ക്രൂരതയുടെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് അവൻ്റെ അമ്മ തന്നെയായിരുന്നു. കെവിൻ്റെ അച്ഛനുമായിട്ട് ഡിവോഴ്സ് ആയ പിന്നെ അവൻ്റെ അമ്മയോട് അവന് വളരെയധികം ദേഷ്യവും കൊല്ലാൻ തന്നെയുള്ള ഒരു വീറും വാശിയുമായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവൻ അവൻ്റെ അമ്മയും കൊന്നത്. ഈ കാര്യങ്ങളെല്ലാം ലൈവ് സ്ട്രീം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓഫ് സ്ക്രീനിൽ വെച്ച് തന്നെ അവൻ്റെ അമ്മേനെ അവൻ കൊല്ലുകയായിരുന്നു. കെവിൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാറിലുണ്ടായിരുന്ന ബോബിയുടെ ഗൺ എടുക്കുകയാണ്. എല്ലാ കാര്യവും മനസ്സിലാക്കിയ മാത്യു കെവിനെ ചോദ്യം ചെയ്തു. പക്ഷേ ഗണ്ണ് പിടിച്ചു നിൽക്കുന്ന കെവിൻ അവിടെ വെച്ച് തന്നെ മാത്യുവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇതേസമയം ജെസ്സി തിരികെ കെവിൻ്റെ ആ ഒരു കാറിലേക്ക് കയറുകയാണ്. കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്ത് പോകാൻ നോക്കിയപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോഴാണ് കെവിൻ അവളെ കൊല്ലാനായിട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത്. ജെസ്സി ഒന്നും നോക്കിയില്ല, കാർ ഫ്രണ്ടിലേക്ക് എടുത്ത് കെവിനെ അങ്ങ് ആ ഭിത്തിയോട് ചേർത്തിരിക്കുകയാണ്. കെവിൻ മരണപ്പെട്ട് കാണും എന്ന് വിചാരിച്ച് ജെസ്സി ആ ലൈവ് സ്ട്രീം ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ലൈവ് സ്ട്രീമിൽ ചാറ്റിലൂടെ അവിടുത്തെ വ്യൂവേഴ്സ് എല്ലാം കെവിൻ്റെ ബോഡി ഒന്ന് നോക്കി ഉറപ്പ് വരുത്താൻ പറയുകയാണ്. ജെസ്സി അങ്ങനെ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ മരണപ്പെട്ടിട്ടില്ലായിരുന്നു. കെവിൻ ഇനി ജീവനോടെ ഇരുന്നാൽ എല്ലാവർക്കും ആപത്താണെന്ന് ജെസ്സിക്ക് മനസ്സിലായി. ജെസ്സി അവളുടെ കയ്യിലുള്ള ആ ഫോൺ ഉപയോഗിച്ചതിനെ അവൻ്റെ തലക്കടിച്ച് അവനെ അവിടെ കൊല്ലുകയാണ്. കെവിൻ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ കെവിൻ്റെ ലൈവ് സ്ട്രീമിൽ ഉണ്ടായിരുന്നത് 50,000 പേരാണ്. ആ ഒരു സമയത്ത് അവൻ്റെ ലൈവ് സ്ട്രീമിൽ അത്രയും പേരെ കണ്ടപ്പോൾ കെവിന് യഥാർത്ഥത്തിൽ വളരെ സന്തോഷമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തോ വലുത് നേടിയതുപോലെയായിരുന്നു കെവിന് തോന്നിയത് ആ സമയത്ത്. പക്ഷേ അവസാനം കെവിൻ്റെ മരണവും ഈ ഒരു ലൈവ് സ്ട്രീം കാരണം, ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് ആ ഒരു ലൈവ് സ്ട്രീമിൽ കെവിൻ്റെ ബോഡിയുടെ കൂടെ ഒരു സെൽഫി എടുത്ത് അയക്കാനായിട്ട് ജെസ്സിയോട് ആൾക്കാർ പറയുകയാണ്. ജെസ്സിയും ഒട്ടും മടിക്കാതെ കെവിൻ്റെ ബോഡിയുടെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. പിറ്റേ ദിവസം തൊട്ട് കെവിൻ്റെ ആ ഒരു കേസ് ലോകത്തെങ്ങും ഒരു വൈറൽ ന്യൂസായിട്ട് മാറി. ഇതോടുകൂടെ ജെസ്സിക്ക് നടന്ന കാര്യങ്ങളും ജെസ്സിയും ആ ഒരു രാജ്യത്ത് വളരെയധികം ഫേമസായി. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ അവളൊരു മൾട്ടിമീഡിയ ക്വീനായിട്ട് തന്നെ മാറി. എന്നിരുന്നാലും റെഡിറ്റും 4chan പോലുള്ള കുറേയേറെ മീഡിയകളും ഓപ്പൺ ഫോറങ്ങളും കെവിൻ ചെയ്ത കാര്യം നല്ലതാണെന്നും അവൻ്റെ കാര്യങ്ങളെ പുകഴ്ത്തി വരെ സംസാരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് കെവിൻ ചെയ്ത ഈ ഒരു കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ പല രീതിയിൽ വൈറലായി.
എന്തിനേറെ അവൻ്റെ ഒരു സംഭവത്തെ ആസ്പദമാക്കി സ്പ്രീ എന്ന ഒരു മൂവി വരെ ഇറക്കാമെന്ന് ആൾക്കാർ പറയാനും തുടങ്ങി.